അവതരിപ്പിക്കുന്ന മിന്നും താരങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഏവർക്കും സുപരിചിതയായ കറുപ്പിനെ വെറുത്ത വെളുപ്പിനെ സ്നേഹിച്ച കലാമണ്ഡലം അസത്യഭാമ. മാഡം, ഷോയിലേക്ക് സ്വാഗതം. മോഹിനിയാട്ടം പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു മാഡം? ഞാൻ പാട്ട് പാടും, നിങ്ങൾക്കതറിയാവോ? ആണോ മാഡം? എന്നാ ഒരു പാട്ടുകൂടി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ മാഡം? കറുപ്പിനഴകെ വെളുപ്പിനഴകെ. അടിപൊളി അടിപൊളി. മാഡം മലയാളം ഫിലിം ഒക്കെ കാണാറുണ്ടോ? വെളുത്തവരുടെ മാത്രം. മാഡത്തിന് ഏറ്റവും ഇഷ്ടമുള്ള റിവ്യൂവർ ആരാ? അശ്വന്ത് കൊക്ക്. കൊക്കോ? ആ, കൊക്കിന് വെള്ള നിറമല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടം. അശ്വന്ത് കോക്കെന്നല്ലേ മാഡം? എന്നാ എനിക്കിഷ്ടമല്ല. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ അറിവിന്റെ നിറകുടമായ നമ്മുടെ സ്വന്തം വിദ്യ ആഭാസ മന്ത്രി ശങ്കരൻകുട്ടി. ഇനി നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് മറ്റാരുമല്ല, എല്ലാവർക്കും എന്നും പ്രചോദനമായി നിന്നിരുന്ന, ഭാര്യമാരെ തങ്ങളുടെ ഭർത്താക്കന്മാരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് മോട്ടിവേഷണൽ ക്ലാസുകളിൽ കൂടി പഠിപ്പിച്ച നമ്മുടെ സ്വന്തം ബിജി സാരിയോ. ബിജി സാരിയോയെ നിറഞ്ഞ കൈയടിയോടെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ബിജി ചേച്ചി, എന്താണ് റിയൽ ഫെമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്? ചിന്തിക്ക്. ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട്? ചിന്തിക്ക്. ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ വന്നത്? ചിന്തിക്ക്. പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി? ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി? എവിടെയൊക്കെയാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ മുഖം നോക്കിയോ? ആ കണ്ണുകൾ എവിടെയൊക്കെയാ പാടുകൾ വീണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയേ, എത്ര ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട്? എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട്? എന്തിനാ കല്യാണം കഴിച്ച? ഇതിനൊന്നും അല്ല എങ്കില്. ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില്ലെന്ന് പറയുന്നേ. ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം. ഇതിനു വേണ്ടിയിട്ടാണെന്നേ നമ്മൾ ജീവിക്കണേ. ഇത് കൂടിച്ചേരുമ്പോ കിട്ടുന്ന ഒരു സുഖം, ഒരു ഹാർമണി, ഒരു ഇന്റിമസി ഉണ്ട്. ഇതില്ലാതെ നമ്മൾ നോമ്പ് നോറ്റിട്ട് എന്താണെന്നേ? കുടുംബത്തിൽ ഈശ്വരനുണ്ട്, ഭർത്താവിന്റെ ഹൃദയത്തിൽ ഈശ്വരനുണ്ട്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം സോഷ്യൽ മീഡിയയിൽ തരംഗമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ആൾ ദൈവങ്ങളുടെ ദേവിയായ ഗുരു ദിവ്യനാഗ സൈരത്രി ദേവിയെയും ദേവിയോടൊപ്പം ഇടതും വലതുമായി സദാസമയം കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രിയ സ്വാമിമാരെയും. മോനൂട്ട, ഒത്തിരി സന്തോഷം. ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി. അപ്പൊ ചേച്ചി എങ്ങനെയാണ്? എന്നെ ചേച്ചി വിളിക്കരുത്, നല്ല ചീത്ത വിളിച്ച് ഞാൻ പറയാം. ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി എന്ന് വിളിക്കണം കേട്ടോ. ദേവി എങ്ങനെയാണ് ദേവിയായെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എന്റെ വിശ്രമ ജീവിതമാണ്. വിശ്രമ ജീവിതം. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നു
വിശ്രമിക്കുകയാണ്. ജോലി ചെയ്യാൻ എനിക്ക് ഒട്ടും വയ്യ. ജോലി ചെയ്യുന്നതേ ഇല്ല ഞാൻ. ജോലി ചെയ്യാൻ എനിക്ക് മടിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മടിയുള്ള ആൾ ഗുരു ദിവ്യ നാഗ സൈരന്ദ്രി ദേവി. എനിക്ക് മടിയാണ്. ജോലി ചെയ്യാൻ മടിയാണ്. ജോലി ചെയ്യാതെയുള്ള ജീവിതമാണ് സുഖം. ആഹാ, എന്തോ ഒരാനന്ദം, പരമാനന്ദം. ദേവി, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. അതിൽ നിന്നെല്ലാം മോചിതയാകാൻ എന്നെ അനുഗ്രഹിക്കണം. പഴയ പോലെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊന്നും അങ്ങ് വർക്കാകുന്നില്ല. ദമ്പതികളെയും ഇരകളെയും ഒന്നും കിട്ടുന്നില്ല. നിനക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് എണീക്കും. കണ്ണ് കീറുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള വാക്കുകൾ എഴുതാതെ മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓഫാക്കി വെച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. ഇപ്പോഴാണെങ്കിൽ നല്ല പരുവമാണ്, നല്ല ഉണക്കൊക്കെ ഉണ്ട്. ആ ചുറ്റുവട്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തിരി കാട്ടിനകത്ത് ഇത്തിരി ആ റോഡ് സൈഡിലൊക്കെ തെരുവോരങ്ങളിൽ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ആവണക്കെന്ന് പറഞ്ഞുകൊണ്ടൊരു ചെടിയുണ്ട്. ഇത്തിരി വലിപ്പം തോന്നും. അതൊരു കായാണ്. ആവണക്കിന്റെ അത് കുഞ്ഞു അരിയാകുന്നത്. അതങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒന്നുകില് അത് എണ്ണയാക്കിയോ അല്ലെങ്കിൽ അതിൽ 2 അരി വെളുത്ത നിറ തോടിളക്കി അത് ഒന്നുകില് ഇടിച്ചോ പിഴിഞ്ഞോ അതിന്റെ നീരിത്തിരി കുടിക്കോ. അല്ലെങ്കിൽ ഷോപ്പിൽ പോയാൽ അത് വാങ്ങിക്കാൻ കിട്ടും എണ്ണ പോലെ. അത് കുടിച്ചിട്ട് നിന്റെയൊക്കെ വയറൊന്ന് ഇളക്കണം. 2ന്റെയും വയറിളക്കണം. ഇത്രയും അറിവുള്ള നിങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി ആയിക്കൂടെ? അപ്പോ ഞാനോ? വിദ്യാഭ്യാസ മന്ത്രി ആവണമെങ്കിൽ ഒരറിവും വേണ്ട. ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ഈ ഇരിക്കുന്ന മന്ത്രിമാർക്കെല്ലാം അറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ഇനിയെങ്കിലും വട്ടത്തരം പറയും. അയ്യോ, ഇദ്ദേഹത്തെ കാണാൻ നമ്മുടെ സിനിമാ നടൻ ദിലീപിനെ പോലെ ഉണ്ടല്ലോ. ആരെങ്കിലും ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോ? അത് ഇടയ്ക്കൊക്കെ ആളുകൾ കമന്റ് ചെയ്യാറുണ്ടെന്നുള്ള ശിഷ്യന്മാര് പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചായ ഉണ്ടാവും. ചിലപ്പോ എന്റെ ചായ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുക. അങ്ങനെ ഒരു യോഗം. ഇതാണ് ബാബാജി. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ. നല്ല ഭംഗിയൊക്കെയുണ്ട്. ഒരാളെ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ടല്ലോ. ദേവി, ഇദ്ദേഹത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അതിനു മുമ്പ് ഗുരു ദിവ്യനാഗ സൈരേന്ദ്രി ദേവിയുടെ ഒരു നൃത്തത്തോടെ ഇന്നത്തെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഇറങ്ങൂ, നൃത്തത്തിന് എല്ലാവരും മടിച്ചിരിക്കാതെ ഇറങ്ങും. അവിടുന്ന് ഇറങ്ങും. Bhavaswami, Bhavaswami, oh Bhavaswami, oh Bhavaswami, oh Bhavaswami. Nൃത്തം ചെയ്യും Bhavaswami, ഇത്രയേ ഉള്ളൂ Bhavaswami. നൃത്തം ചെയ്യും Bhavaswami, വന്നിട്ടുണ്ട് Bhavaswami. Bhavaswami, Bhavaswami, oh Bhavaswami, oh Bhavaswami, oh Bhavaswami. ഇതെന്തൊരു അരോചകമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്,
ആണുങ്ങൾ നൃത്തം ചെയ്താൽ കൊള്ളില്ല 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 എന്ന്. ഇതൊക്കെ കാണാനാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിരുത്തിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഉപ്പ് നിന്നെ മിന്നും താരങ്ങളുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.